നമസ്കാരം. യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നവർ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ പ്രോബ്ലംസ്. അത് പല രീതിയിലുള്ള വയലേഷൻ ആയിട്ട് നമ്മുടെ ചാനലിൽ വരികയും നമ്മുടെ ചാനൽ ടെർമിനേറ്റ് ആകാൻ സാധ്യതയുണ്ട്, സ്ട്രൈക്ക് ആയിട്ട് വരാം, മോണിറ്റൈസേഷൻ നഷ്ടപ്പെടാം. അങ്ങനെ പല രീതിയിലാണ് ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. അത് യൂട്യൂബിലും മാത്രമല്ല ഫേസ്ബുക്കിലും ഇതേ ഇഷ്യൂ തന്നെ ഉണ്ടാകുന്നുണ്ട്. പലരുടെയും പേജിലെ മോണിറ്റൈസേഷൻ നഷ്ടപ്പെടുന്ന ഇഷ്യൂ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരു വീഡിയോയിലോ രണ്ട് വീഡിയോയിലോ കാണിക്കുന്ന മിസ്റ്റേക്ക് കൊണ്ടായിരിക്കും ടോട്ടൽ നമ്മുടെ ചാനൽ മൊത്തം ഡെഡ് ആയി പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നത്. അപ്പോൾ പലർക്കും അറിയത്തില്ല ഇതെന്താണ് ഇതിന്റെ പറയുന്നത് കാര്യമാണ്. അപ്പൊ ഈ അടുത്തിടെയായിട്ട് ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്, ചാനൽ ടെർമിനേറ്റ് ആയി, ഞാൻ അങ്ങനെയുള്ള വയലേഷൻസ് ഒന്നും എന്റെ ചാനൽ ചെയ്തിട്ടില്ല, പക്ഷേ എന്റെ ചാനൽ ടെർമിനേറ്റ് ആയി എന്നൊക്കെ പറഞ്ഞു വരാറുണ്ട്. ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു കാരണമുണ്ട്, നമ്മൾ ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യം. അതായത് നമുക്കറിയാവുന്ന കാര്യമാണ്, ഏണിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റുകൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ടെർമിനേറ്റ് ആകും അല്ലെങ്കിൽ സ്ട്രൈക്ക് വരും എന്നുള്ള കാര്യം. ഏണിംഗ് റിലേറ്റഡ് കണ്ടന്റുകൾ ഇടുന്നവർ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ഒരു കാര്യമാണ് ക്ലെയിം ചെയ്യുക എന്ന് പറയുന്നത്. അതായത് അവർ ചിലപ്പോൾ ഒരു ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് 1000 or 2000 രൂപ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ 10,000 ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവർ നേരെ ഈ കാര്യം ഡയറക്റ്റ് ആയിട്ട് കമ്പനിയിലും ടൈറ്റിലും കൊടുക്കും. ഇത്ര ദിവസം കൊണ്ട് അല്ലെങ്കിൽ 2 ദിവസം കൊണ്ട് നിങ്ങൾക്ക് 10,000 രൂപ ഉണ്ടാക്കാം, 5,000 രൂപ ഉണ്ടാക്കാം, 1000 രൂപ ഉണ്ടാക്കാം. ഇത് ഡയറക്റ്റ് ആയിട്ട് അങ്ങ് എഴുതി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതൊരു ക്ലെയിം ചെയ്യുകയാണ്, ഞാൻ ഇതിൽ നിന്ന് പൈസ ഉണ്ടാക്കി നിങ്ങൾക്കും ഉണ്ടാക്കാം എന്നുള്ള ഒരു ക്ലെയിം. അപ്പം ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന ഉടനെ അത് സത്യത്തിൽ ഇത് ഫാൾസ് ആയിട്ടുള്ള ക്ലെയിം ആണ്. ഇങ്ങനെ ചെയ്യുന്നതൊക്കെ തന്നെ ഫാൾസ് ക്ലെയിം എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഞാൻ 10,000 ഉണ്ടാക്കി എന്ന് പറഞ്ഞ് നിങ്ങൾ ട്രൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും 10,000 രൂപ കിട്ടണമെന്നില്ല. ഇങ്ങനെയുള്ള ക്ലെയിമുകൾ നമ്മൾ ഏത് ടൈപ്പ് കണ്ടന്റിൽ കൊടുത്താലും, അത് ഫിറ്റ്നസ് വീഡിയോയിലായാലും, യോഗ ചെയ്യുന്ന വീഡിയോയിലായാലും, ഹെൽത്ത് റിലേറ്റഡ് വീഡിയോയിലായാലും, മെഡിക്കൽ കണ്ടന്റുകൾ അപ്ലോഡ് ചെയ്യുന്നവരായാലും, ഏത് ടൈപ്പ് കണ്ടന്റ് ആണെങ്കിലും ഫാൾസ് ആയിട്ടുള്ള ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ചാനലിൽ പണി കിട്ടും. അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണം കൂടെ ഞാൻ പറഞ്ഞുതരാം. ഫേസ്ബുക്ക് കണ്ടന്റുകൾ അപ്ലോഡ് ചെയ്യുന്ന പല ചാനലുകൾ ഈ കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് യൂട്യൂബ് ടെർമിനേറ്റ് ചെയ്തിരുന്നു. അതിന്റെ കാരണം എന്താണെന്ന് പലർക്കും ഇതുവരെയും മനസ്സിലായിട്ടില്ല. അതായത് ഫേസ്ബുക്ക് കണ്ടന്റുകൾ, ഫേസ്ബുക്കിൽ എങ്ങനെ പൈസ ഉണ്ടാക്കാം, ഫേസ്ബുക്ക് മോണിറ്റൈസേഷൻ ചെയ്യാം, ഇങ്ങനെയൊക്കെയുള്ള വീഡിയോകളായിരിക്കും ആ ചാനലിൽ ചെയ്തിട്ടുണ്ടായിരിക്കും. എന്നാൽ അതിന്റെ ഇടയ്ക്ക് എവിടെയെങ്കിലും ഒക്കെ ഈ ഫാൾസ് ക്ലെയിം ചെയ്യുന്ന വീഡിയോകൾ കാണും. ഫേസ്ബുക്കിൽ നിന്ന് ചിലപ്പോൾ അവർ ഒരു 1000 രൂപ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ 10,000 ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ 1,00,000 ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും. അവർ നേരെ തമ്പനയിൽ അതേ കാര്യം അങ്ങ് എഴുതും, 1 മാസം കൊണ്ട് ഞാൻ 1,00,000 രൂപ ഉണ്ടാക്കി, ആ പൈസ അതുപോലെ നിങ്ങൾക്ക് ഉണ്ടാകാമെന്നുള്ള ക്ലെയിം ചെയ്തുകൊണ്ടുള്ള തമ്പനയിൽ കാണാം അവരുടെ ചാനലിൽ. അപ്പൊ അങ്ങനെ പല വീഡിയോകളിൽ ഈ ഒരു കാര്യം പല രീതിയിൽ ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ അവസാനം ഇതെല്ലാം കൂടെ വന്ന് നിൽക്കുന്നത് ചാനൽ ടെർമിനേഷനിലായിരിക്കും. അപ്പൊ ഈ ഫേസ്ബുക്ക് കണ്ടന്റിനും ഇതേ പ്രശ്നം തന്നെ ഉണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, ക്ലെയിം ചെയ്യുന്നത്, അതായത് ആവശ്യമില്ലാതെ ഫാൾസ് ക്ലെയിം ചെയ്യുന്ന കണ്ടന്റുകൾ നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഏത് ടൈപ്പ് കണ്ടന്റ് ആണെങ്കിലും പണി കിട്ടും. ഇപ്പൊ മെഡിക്കൽ റിലേറ്റഡ് കണ്ടന്റ് ആണെങ്കിൽ തന്നെ, ഇപ്പൊ ഒരു മെഡിസിനെ കുറിച്ച് പറയുന്നു, ഒരു ടാബ്ലറ്റിനെ കുറിച്ച് പറയുന്നു. ആ ടാബ്ലറ്റ് കഴിച്ചു കഴിഞ്ഞാൽ 10 ദിവസം ആ ടാബ്ലറ്റ് കഴിച്ചു കഴിഞ്ഞാൽ 10 കിലോ കൂടും, അല്ലെങ്കിൽ 5 കിലോ കൂടും, 2 കിലോ കൂടും എന്ന് പറഞ്ഞൊരു ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ അത് മെഡിക്കൽ റിലേറ്റഡ് കണ്ടന്റ് ആണ്. അതിൽ ഏണിങ്സിനെ കുറിച്ച് പറയുന്നില്ല, ഒന്നും പറയുന്നില്ല. പക്ഷെങ്കിൽ അവിടെ നമ്മൾ ക്ലെയിം ചെയ്യുന്നുണ്ട്. ആ ഒരൊറ്റ കാരണം കൊണ്ട് ആ ചാനൽ അല്ലെങ്കിൽ ആ ചാനലിലെ വീഡിയോ റിമൂവ് ആവാം, അല്ലെങ്കിൽ ആ ചാനൽ ടെർമിനേറ്റ് ആവും. അപ്പൊ ഈ രീതിയിൽ ഫാൾസ് ക്ലെയിമുകൾ ഒരു കാരണവശാലും വീഡിയോകളിൽ ചെയ്യാതെ ഇരിക്കുക. ഇന്ന രീതിയിൽ ഇന്ന കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഇത്ര പൈസ ഉണ്ടാക്കാം എന്ന് പറയുന്ന തമ്പനയിലുകൾ ഇടാതിരിക്കുക, ടൈറ്റിൽ ആ കാര്യങ്ങൾ മെൻഷൻ ചെയ്യാതിരിക്കുക. ഇപ്പൊ നിങ്ങൾ ഫേസ്ബുക്കിൽ വീഡിയോസ് ഇട്ട് നിങ്ങൾ കുറച്ച് പൈസ ഉണ്ടാക്കിയെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് കാണിക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ ആ വീഡിയോയിൽ അത് എക്സ്പ്ലെയിൻ ചെയ്തോളൂ. പക്ഷെങ്കിൽ നിങ്ങൾ തമ്പനയിലൂടെയും ടൈറ്റിലൂടെ അത് ക്ലെയിം ചെയ്യാതിരിക്കുക. ഞാൻ ഇന്ന രീതിയിൽ ചെയ്തിട്ട് ഇന്ന രീതിയിൽ ഇത്രയും പൈസ ഉണ്ടാക്കി നിങ്ങൾക്കും അത് ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ള ക്ലെയിം ഒരു കാരണവശാലും ഒരു വീഡിയോകളിലും ഒരു പ്ലാറ്റ്ഫോമിലും ചെയ്യാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. പ്രത്യേകിച്ച് ഫേസ്ബുക്കിലും യൂട്യൂബിലും. ഇൻസ്റ്റാഗ്രാമിൽ അത്രയും ഇഷ്യൂ വരത്തില്ല, കാരണം ഇൻസ്റ്റാഗ്രാമിൽ മോണിറ്റൈസേഷൻ ഇല്ല. ഇനി എന്തെങ്കിലും പ്രശ്നം വന്നാലും മോണിറ്റൈസേഷൻ ഡിസേബിൾ ആവുന്ന ഒരു പ്രശ്നം അവിടെ ഫേസ് ചെയ്യേണ്ടി വരത്തില്ല. പക്ഷേ ഫേസ്ബുക്കിലും യൂട്യൂബിലും അത് നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളുള്ളൂ. ശ്രദ്ധിച്ചോളുക. വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും കമന്റ് ചെയ്യുക. എല്ലാ കമന്റുകൾക്കും റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കുന്നതാണ്. ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.